എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, ഇപ്പോൾ നമുക്ക് ആദ്യത്തെ യൂണിറ്റായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ലയം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഷോർട്ട് സ്റ്റോറി, ഈ ഒരു കഥയിലെ ചെറുകഥയിലെ സമ്മറി, വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസേഴ്സ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സമ്മറി ഓഫ് ദിസ് ചാപ്റ്റർ. നമ്മളിത് പോയിൻ്റ് വൈസ് ആക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർത്തു വയ്ക്കാനും ഉതകുന്ന രീതിയിലാണ്. Okay. Lame of Lahati's short story, his first flight, is about the fear one may experience before doing something new. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി എന്തിനെക്കുറിച്ചാണെന്നാണ്? ഇറ്റ്സ് അബൌട്ട് ദ ഫിയർ, ഭയത്തെക്കുറിച്ച്. വൺ മേ എക്സ്പീരിയൻസ് ബിഫോർ ഡൂയിങ് സംതിങ് ന്യൂ. എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ചില ഭയങ്ങളുണ്ട്, അല്ലേ? അത് നേരെയാവുമല്ലേ എന്നുള്ള പേടി. അങ്ങനത്തെ പേടിയെക്കുറിച്ചാണ് ഈ പാഠം. It's the story of a young seagull who was afraid to fly. ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ലല്ലോ. പറക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു യങ് സീഗിളിൻ്റെ കഥയാണ് ഇത്. The young seagull lived with his family on a ledge. ഒരു ലെഡ്ജിൻ്റെ മുകളിൽ തൻ്റെ ഫാമിലിയുടെ കൂട്ടത്തിലാണ് സീഗിൾ താമസിച്ചിരുന്നത്. It was a family of 6 seagulls. 6 മെമ്പേഴ്സ് ഉണ്ട്. ഫാദർ, മദർ, this young seagull, his 2 brothers and a sister. His brothers and sisters had already flown away. ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ഓൾറെഡി പറന്നു പോയിട്ടുണ്ട്. But the young seagull thought his wings would not support him to fly. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ഒരു യങ് സീഗിളിന് അവൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ താൻ പറന്നാൽ തൻ്റെ ചിറകുകൾ തന്നെ സപ്പോർട്ട് ചെയ്യുകയില്ല എന്നവൻ വിചാരിച്ചു. He was afraid to see the great expanse and depth of the sea. തൻ്റെ താഴെ പരന്നു കിടക്കുന്ന കടലിൻ്റെ അഗാധത, അതിനെ വളരെ ഭയന്നിരുന്നു ഈ യങ് സീഗിൾ. Diffidence and lack of courage made him to stay on the ledge in spite of his parents' motivations. തൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മയും അതുപോലെ ധൈര്യമില്ലായ്മയും മൂലം തനിക്ക് ആ ലെഡ്ജിൽ തന്നെ താമസിക്കേണ്ടി വരികയാണ്. പാരൻസ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു, കുട്ടി പറക്കൂ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ കുട്ടി പറന്നില്ല. As his parents and siblings decided not to go near him until he fly, the little seagull remained alone on the ledge without food. പാരൻസും സിബ്ലിങ്സും, അതായത് കൂടപ്പിറപ്പുകളും ഒരു കാര്യം തീരുമാനിച്ചു. They decided not to go near him. അവൻ്റെ അടുത്തേക്ക് പോവുകയില്ല ഏതുവരെ? Until he fly. അങ്ങനെ തീരുമാനിച്ചപ്പോൾ, പറക്കുന്നത് വരെ അവൻ്റെ അടുത്തേക്ക് പോകണ്ട എന്ന് എല്ലാവരും തീരുമാനിച്ചപ്പോൾ, the little seagull remained alone. അവിടെ തനിച്ചാവുകയാണ് അവൻ. On the ledge without food. ഫുഡും ഇല്ല, ഒന്നുമില്ല, അവൻ തനിച്ചായി അവിടെ. He saw his parents training his brothers and sister. ആ ലെഡ്ജിലിരുന്ന് അവൻ കണ്ടു പാരൻസ് തൻ്റെ ബ്രദേഴ്സിനും സിസ്റ്ററിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്. He saw them eating food themselves. അവൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടു, അല്ലേ? അവരെന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് ഭക്ഷണം ഒക്കെ പിടിച്ച് കഴിക്കുകയാണ്. Hunger made him eat the pieces of eggshell from where he had stepped out to the world. വിശപ്പിൻ്റെ ആധിക്യം കാരണം താൻ എവിടെ നിന്നാണോ ഭൂമിയിലേക്ക് വന്നത്, ആ എഗ്ഗിൻ്റെ ഷെല്ലിൻ്റെ പീസസ് മുഴുവൻ വിശപ്പ് കാരണം അവൻ തിന്നുപോയി. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. ഇപ്പോൾ താൻ വന്ന എഗ്ഗാണ്, ആ എഗ്ഗിൻ്റെ ഷെല്ലാണ് അവൻ തിന്നുന്നത്. അതുകൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ തിന്നുന്നത് പോലെ അവന് തോന്നി. He found his mother flying across to him with a piece of fish. ആ സമയത്ത് തൻ്റെ അമ്മ തൻ്റെ അടുത്തേക്ക് ഒരു പീസ് ഓഫ് ഫിഷുമായി വരുന്നത് അവൻ കാണുകയാണ്. After having tired of waiting and maddened by hunger, he dived at the food. ആകപ്പാടെ വിശന്ന് തളർന്നിരുന്ന ആളാണ്. Having tired of waiting, വെയിറ്റ് ചെയ്ത് തളർന്നിരിക്കുകയാണ്. And maddened by hunger, വിശപ്പ് കാരണം ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ വിശപ്പിൻ്റെ ആധിക്യം കാരണം അവൻ ഫുഡ് കണ്ടതും അമ്മയുടെ അടുത്തേക്ക് ചാടി. He fell outwards and downwards into space. പക്ഷേ അമ്മയുടെ അടുത്തേക്ക്, ആ ഫുഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ ശൂന്യതയിലേക്ക് പതിച്ചു. അവൻ താഴേക്ക് വീഴാൻ തുടങ്ങി. The next moment, the frightened bird's little wings spread outwards. തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഭയന്നിരിക്കുന്ന പക്ഷിയുടെ ചെറിയ ചിറകുകൾ പുറത്തേക്ക് വിരിഞ്ഞു. He could flap his wings and soar upwards. അവനവൻ്റെ ചിറകടിക്കാനും പറന്നുയരാനും സാധിച്ചു. His parents and siblings got excited on his achievement and joined him in his happiness. യങ് സീഗിൾ നേടിയ നേട്ടത്തിൽ പാരൻസും അതുപോലെ തന്നെ സിബ്ലിങ്സും കൂടപ്പിറപ്പുകളും ഒരുപാട് എക്സൈറ്റഡ് ആയി. അവൻ്റെ സന്തോഷത്തിൽ അവർ പങ്കുചേർന്നു. Finally, he landed on the sea when his family called him to do so.
അവസാനം കടൽപ്പരപ്പിലിരുന്നിരുന്ന ഫാമിലി തന്നെ വിളിച്ച സമയത്ത് യങ്സീകൾ അങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. കടൽപ്പരപ്പിലേക്ക് അവൻ അടുത്തു. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ വെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. ആദ്യമൊന്നും ശരിയായില്ലെങ്കിലും ഗ്രാജുവലി ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ അല്ലേ. അവൻ്റെ ബെല്ലി, വയറ് വെള്ളത്തിൽ സ്പർശിച്ച ഉടനെ അവൻ വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങനെ പൊങ്ങിക്കിടക്കാൻ തുടങ്ങി. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പോൾ അവൻ ഭയം മറന്നിരിക്കുന്നു. ഹിസ് ഫാമിലി പ്രൈസ്ഡ് ആൻഡ് ഓഫേർഡ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അപ്പോൾ തൻ്റെ ഫാമിലി, യങ്സീകളുടെ ഫാമിലി അവനെ ഒരുപാട് പുകഴ്ത്തുകയും അവന് ഒരുപാട് ഫിഷൊക്കെ പ്രൈസായി കൊടുക്കുകയും ചെയ്യുകയാണ്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ അവൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് നടത്തുകയാണല്ലേ, ആദ്യത്തെ പറക്കൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി. Next, we have an important question to discuss. That is, message of the story, his first flight. Through the story of a little bird, the author communicates to the readers the need for overcoming fear, importance of having self-confidence, independence, self-esteem and self-reliance. ഈ ഒരു കുഞ്ഞു പക്ഷിയുടെ കഥയിലൂടെ ഓതർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് റീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഭയത്തെ തരണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, സെൽഫ് കോൺഫിഡൻസിൻ്റെ ആവശ്യകത, സ്വാതന്ത്ര്യത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ ആവശ്യകത, അതിനെക്കുറിച്ചാണ് ഈ കഥയിലൂടെ പറയുന്നത്. ദർ ഈസ് നോ ഗെയിൻ വിതൗട്ട് പെയിൻ. പരിശ്രമിക്കാതെ ഒരിക്കലും ഗെയിൻ ഉണ്ടാവില്ല, അത്യാവശ്യം എഫേർട്ട് എടുക്കണം. ഇറ്റ്സ് ഇംപോസിബിൾ ടു റീച്ച് ദ സീനത്ത് ആൻഡ് ഹെലം വിതൗട്ട് ഹാർഡ് വർക്ക്. നമുക്ക് ഉന്നത സ്ഥാനങ്ങളിലെത്താനും, ഹെലം മീൻസ് പൊസിഷൻ ടു കൺട്രോൾ അല്ലേ, ചില നിയന്ത്രണ സ്ഥാനങ്ങൾ, താക്കോൽ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമുക്കതിന് സാധിക്കില്ല. ദ നീഡ് ഫോർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഫാമിലി ലൈഫ് ഈസ് ഓൾസോ എംഫസൈസ്ഡ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ഊന്നി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദ നീഡ് ഫോർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഫാമിലി ലൈഫ്. ഫാമിലി ലൈഫിൽ ഇഴചേർന്ന് പോകേണ്ടതിൻ്റെ, പങ്കാളിയായി പോകേണ്ടതിൻ്റെ ആവശ്യകത. ഫാമിലി ലൈഫിൽ ഒരുവൻ്റെ പങ്കാളിത്തം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The author says how a child must be rightly motivated and brought up, especially by the parents. ഓതർ പറയുന്നത് എങ്ങനെയായിരിക്കണം ഒരു കുട്ടി ശരിയായ രീതിയിൽ വളർത്തപ്പെടേണ്ടത് അല്ലേ. ഹൗ ഹീ ഈസ് ടു ബി ബ്രോട്ട് അപ്പ് ആൻഡ് മോട്ടിവേറ്റഡ്. അവന് വേണ്ട രീതിയിൽ പ്രചോദനം നൽകേണ്ടത്, പ്രത്യേകിച്ചും പാരൻസിനാൽ വളർത്തപ്പെടേണ്ടത് എങ്ങനെയാണെന്നാണ് ഈ കഥയിലൂടെ നമ്മുടെ ഓതർ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ്, the role of parents in bringing up their children. Were the parents of Seagull cruel? Justify their action. കുട്ടികളുടെ വളർച്ചയിൽ പാരൻസിനുള്ള റോൾ എന്താണ്? സീഗളിൻ്റെ പാരൻസ് അവനോട് ക്രൂവൽ ആയിരുന്നോ? ഈ പാരൻസിൻ്റെ ആക്ഷനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് അവർ മദേഴ്സ് ആർ അവർ ഫസ്റ്റ് ടീച്ചേഴ്സ്. നമുക്കറിയാം, നമ്മുടെ അമ്മമാരാണ് നമ്മുടെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അവർ ഹോം ഈസ് എ ഫസ്റ്റ് സ്കൂൾ. Children tend to assimilate whatever they see and experience when they commence their life journey. കുട്ടികൾക്കൊരു ടെൻഡൻസി ഉണ്ട്. എന്താണ് ടെൻഡൻസി? They tend to assimilate whatever they see. കണ്ടതെല്ലാം സ്വാംശീകരിക്കാൻ വേണ്ടി അല്ലേ, പുറത്ത് കാണുന്ന കാഴ്ചകളെല്ലാം ഉള്ളിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസി കുട്ടിക്കുണ്ട്. അവർ കാണുന്നതും അവർ അനുഭവിക്കുന്നതുമെല്ലാം തങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന കുട്ടികൾ. When they commence their life journey, അവരുടെ ജീവിതയാത്ര തുടങ്ങുന്ന സമയത്ത് പുറത്ത് കാണുന്നതെല്ലാം അവർ സ്വാംശീകരിക്കുന്നു. പാരൻസ് ഹാവ് ടു പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ അപ്ബ്രിങ്ങിങ് ഓഫ് എ ചൈൽഡ് ഫിസിക്കലി ആൻഡ് മെൻ്റലി. ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അവരുടെ വളർച്ചയെ, കുട്ടികളുടെ വളർച്ചയിൽ പാരൻസിന് വല്ലാത്തൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ ഫൈൻ എക്സാമ്പിൾ ഓഫ് സക്സസ് based on motivation without which it is impossible to progress and realize the desired goal. ഈ കഥ ഒരു എക്സാമ്പിളാണ്. ഇതിനുള്ള എക്സാമ്പിൾ ഓഫ് സക്സസ് ബേസ്ഡ് ഓൺ മോട്ടിവേഷൻ കൊണ്ടുള്ള സക്സസ്. പലർക്കും എന്തെങ്കിലും ഒരു വിജയം നേടണമെങ്കിൽ പുറത്തുനിന്നുള്ള മോട്ടിവേഷൻസ് ആവശ്യമാണ് അല്ലേ. പ്രചോദനമുണ്ടെങ്കിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ ഒന്നുകൂടി തെളിഞ്ഞു വരുന്നത് കാണാം. അതിനുള്ള ഒരു മാനസിക ധൈര്യം. മോട്ടിവേഷൻ വിതൗട്ട് വിച്ച് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രോഗ്രസ് ആൻഡ് റിയലൈസ് ദ ഡിസൈർഡ് ഗോൾ. ആഗ്രഹിച്ച ലക്ഷ്യത്തെ നേടാൻ വേണ്ടിയിട്ട് ഈ മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇമ്പോസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദോ വൺ നീഡ് ടു ഗെറ്റ് മോട്ടിവേഷൻ ഫ്രം എവറി നോക്ക് ആൻഡ് കോർണർ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമുക്കറിയാം, ഒരാൾക്ക് അവിടുന്നും ഇവിടുന്നും ഒക്കെ മോട്ടിവേഷൻ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ. തന്നെ എല്ലാവരും പ്രചോദിപ്പിക്കണം, മോട്ടിവേറ്റ് ചെയ്യണം എന്നായിരിക്കും ഒരാളുടെ ആഗ്രഹം. പക്ഷെ അതെപ്പോഴും പോസിബിൾ അല്ല.
If the family, especially parents, do this, it will be a great foundation stone for his successful life. ഒരു ഫാമിലി, പ്രത്യേകിച്ചും പാരൻസ് ഈ തരത്തിലുള്ളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് അവൻ്റെ ജീവിത വിജയത്തിന് വലിയൊരു അടിത്തറയാണ്. മോട്ടിവേഷൻ കിട്ടേണ്ടത് ആദ്യമായിട്ട് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഇൻ ദ സ്റ്റോറി, ദ മദർ സീഗൾ ഈസ് നോട്ട് ഗിവിംഗ് ഹിം ഫുഡ് ആസ് ഷീ നോസ് ഹെർ ചൈൽഡ് ക്യാൻ ഫ്ലൈ ആൻഡ് ഹി മസ്റ്റ്. ഈ അമ്മ സീഗൾ അല്ലേ, അമ്മ കടൽക്കാക്ക ഒരിക്കലും തൻ്റെ മകന് ഫുഡ് നേരിട്ട് കൊണ്ടേ കൊടുക്കുന്നില്ല. അവർക്കറിയാം അവരുടെ കുട്ടിക്ക് പറക്കാനുള്ള കഴിവുണ്ടെന്ന്, അവനത് ചെയ്യുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് കൂടുതൽ ലാളിച്ച് വഷളാക്കണ്ട എന്ന് വിചാരിക്കുകയാണ്. സോ ഷീ ക്രിയേറ്റഡ് എ സിറ്റുവേഷൻ ടു റിയലൈസ് ഹിസ് സ്ട്രെങ്ത് ഹിംസെൽഫ്. അതുകൊണ്ടൊരു സന്ദർഭം അവരുണ്ടാക്കുകയാണ് ആ കുട്ടിക്ക് തൻ്റെ കഴിവിനെ തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ഒരു സന്ദർഭം. ദാറ്റ് ഈസ് സഫീഷ്യൻറ്റ്. അത് തന്നെ ധാരാളമാണ്. ഇറ്റ് വിൽ ഡു ദ റെസ്റ്റ്. ബാക്കിയെല്ലാം ഈ സന്ദർഭം നോക്കിക്കോളും. പാരൻസ് ആർ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ റോൾ മോഡൽസ് ചിൽഡ്രൻ ആർ ലൈക്ലി ടു ഹാവ്. ഇപ്പോൾ കുട്ടിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ മോട്ടിവേഷൻ, റോൾ മോഡൽസ് എന്ന് പറയുന്നത് പാരൻസ് തന്നെയാണ്. ദേ എക്സ്പ്രസ് ദെയർ അൺകണ്ടീഷണൽ ലവ് ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് കണ്ടിന്യൂഡ് സപ്പോർട്ട്. ദേ നീഡ് ടു ബിക്കം സെൽഫ് അഷ്വേർഡ് ആൻഡ് ഹാപ്പി. പാരൻസ് അവരുടെ നിരുപാധികമായിട്ടുള്ള സ്നേഹവും അതുപോലെ തന്നെ അനിശ്ചിതമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള സപ്പോർട്ടും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ടു മേക്ക് ദം സെൽഫ് അഷ്വേർഡ് ആൻഡ് ഹാപ്പി. അവരെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടാനും അല്ലേ, ഒരു ആത്മവിശ്വാസം, ഒരു ആത്മബോധം ഉണ്ടാകാനും പാരൻസിൻ്റെ ഇത്തരത്തിലുള്ള രീതികളെല്ലാം സഹായിക്കുന്നു. അടുത്ത് വന്നിട്ട്, വാട്ട്സ് ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ സീഗൾ. സീഗളിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്തായിരുന്നു? കവാഡീസ് ഈസ് ദ ക്രൈസിസ് ഫേസ്ഡ് ബൈ യങ് സീഗൾ. ഫിയർ എന്ന് പറയും അല്ലേ, ഭയമാണ് സീഗളിനുണ്ടായിരുന്ന പ്രശ്നം. ഹീ ലാക്ഡ് ദ കോൺഫിഡൻസ് ടു ഫ്ലൈ. പറക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് അവനുണ്ടായിരുന്നില്ല. ഇറ്റ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം ഫോളോയിങ് ഹിസ് കറേജിയസ് സിബ്ലിങ്സ്. ആ ധൈര്യമില്ലായ്മ, കോൺഫിഡൻസ് ഇല്ലായ്മ അവൻ്റെ ധീരരായ കൂടപ്പിറപ്പുകളെ പിന്തുടരുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ചു. ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. അവൻ വിചാരിച്ചത് തൻ്റെ ചിറകുകൾ താങ്ങുകയില്ല തന്നെ എന്നാണ്. ഹി ലാക്ക് ദ ഏർജ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. അവൻ ആ ഉത്സാഹം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഏർജ് എന്ന് പറഞ്ഞാൽ സ്വയം ഉള്ള പ്രചോദനം അല്ലേ, ഉത്സാഹം. ഹി ലാക്ക് ദ ഏർജ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. സ്വാതന്ത്ര്യത്തിനും അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലകൊള്ളാനും അതുപോലെ തന്നെ ആത്മവിശ്വാസം നേടിയെടുക്കാനുമുള്ള ഒരു ഉത്സാഹം അവന് ഉണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ഹിസ് ഹങ്കർ ആൻഡ് മോട്ടിവേഷൻ ഫ്രം ഹിസ് പാരൻസ് മേഡ് ഹിം ഫ്ലൈ. അങ്ങനെ അവസാനം അവൻ്റെ വിശപ്പും അതുപോലെ തന്നെ പാരൻസിൻ്റെ സൈഡിലുള്ള മോട്ടിവേഷനും അവനെ പറക്കാൻ സഹായിച്ചു. നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ് ഇൻ ദ സ്റ്റോറി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഒരു 4 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത് എഴുതാവുന്നതാണ്. കുറച്ചുകൂടി കൂടുതൽ മാർക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ദ റോൾ ഓഫ് പാരൻസ് എന്നുള്ളതിലത്തെ കുറച്ച് പോയിൻറ്റ്സ് കൂടി കൂട്ടിച്ചേർത്ത് എഴുതാം അല്ലേ, ഒരു 6 മാർക്കിനൊക്കെ ആണെങ്കിൽ. ദ പാരൻസ് ഓഫ് ദ സീഗൾ ഡു നോട്ട് പാമ്പർ ഹിം വെൻ ഹി കംസ് ടു ദ ഏജ് ഓഫ് അറ്റൻഡിങ് എ ഫ്ലൈറ്റ്. പറക്കാൻ ഉള്ള പ്രായം ആയി തുടങ്ങിയപ്പോൾ പാരൻസ് ഒരിക്കലും ആ സീഗളിനെ താലോലിക്കാൻ മുതിർന്നില്ല. പാമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ലാളിക്കുക എന്നാണ്. അങ്ങനെ പാരൻസ് ഓഫ് ദ സീഗൾ ഡു നോട്ട് പാമ്പർ ഹിം, അവനെ അധികം ലാളിച്ചില്ല. വെൻ ഹി കംസ് ടു ദ ഏജ് ഓഫ് അറ്റൻഡിങ് എ ഫ്ലൈറ്റ്. ദേ ആർ നോട്ട് ഗിവിംഗ് ഹിം ഫുഡ് വെൻ ഹി ഈസ് ഹംഗ്രി ആസ് ഹി ഈസ് അൺവില്ലിംഗ് ടു ഫ്ലൈ. അവൻ പറക്കാൻ തയ്യാറല്ലായിരുന്നത് കൊണ്ട് പാരൻസ് എന്ത് ചെയ്തു? They were not ready to give him food when he is hungry. It's not only the hunger, but also the motivation from the side of his parents made him fly. അവൻ്റെ വിശപ്പ് കൊണ്ട് മാത്രമല്ല, പാരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള മോട്ടിവേഷൻ കൂടി ഉള്ളത് കൊണ്ടാണ് അവൻ പറഞ്ഞത്. ബൈ നോട്ട് ഫീഡിങ് ഹിം ദേ ആർ നോട്ട് പണിഷിങ് ഹിം. അവന് തീറ്റ കൊടുക്കാതെ അവരവനെ ശിക്ഷിക്കുകയായിരുന്നില്ല. ആൻഡ് ദേ ആർ നോട്ട് ക്രൂവൽ ടു ഹിം. അവരൊരിക്കലും ക്രൂരരായിരുന്നില്ല. ബട്ട് ആർ പ്രോംപ്റ്റിംഗ് ഹിം ടു സ്റ്റാൻഡ് ഓൺ ഹിസ് ഓൺ ലെഗ് ആൻഡ് ടു മേക്ക് ഹിം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കോൺഫിഡൻറ്റ്. അവനെ സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി, അവനെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി, കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടി പ്രോംപ്റ്റ് ചെയ്യുകയായിരുന്നു, പ്രചോദിപ്പിക്കുകയായിരുന്നു. ദേ ആർ എക്യുപ്പിംഗ് ഹിം ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അവനെ പ്രാപ്തനാക്കുകയായിരുന്നു അവർ. ഓൺലി എ സെൽഫ് റിലയൻറ്റ് കോൺഫിഡൻറ്റ് പേഴ്സൺ ക്യാൻ ബിക്കം എ സക്സസ്ഫുൾ വൺ. നെക്സ്റ്റ്, വൈ വാസ് ദ യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? ഈ സീഗള് പറക്കാൻ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? അറിയാമല്ലേ. വെൻ ദ സീഗൾ ട്രൈ ടു ഫ്ലൈ, ഫിയർ കോൺക്വേർഡ് ഹിം. അവനെ കീഴ്പ്പെടുത്തിയത് ഭയമായിരുന്നു. ദ എക്സ്പാൻസ് ഓഫ് ദ സീ ആൻഡ് ഇറ്റ്സ് ഡെപ്ത് ഫ്രം ദ ലെഡ്ജ് മെയ്ഡ് ഹിം ഷിവർ. ആ കടലിൻ്റെ വിശാലതയും അവനിൽ നിന്ന് കടലിലേക്കുള്ള അഗാധതയും കണ്ട് അവൻ വിറച്ചു.
He thought that his wings would never support him. തൻ്റെ ചിറകുകൾ തുണക്കില്ല എന്നവൻ വിചാരിച്ചു. So he bent his head and ran back to the little hole where he slept at night. അങ്ങനെ അവൻ കഴുത്ത് തിരിച്ചുകൊണ്ട് പിറകോട്ടോടി തൻ്റെ ആ വാസസ്ഥാനത്തിൽ ഒളിച്ചു. Next question. What did the parents do to motivate the young bird when it failed to muster up enough courage to fly? പറക്കാൻ വേണ്ട ധൈര്യം സംഭരിക്കാൻ ഈ യങ് ബേർഡ് പരാജയപ്പെട്ടപ്പോൾ പാരൻസ് എങ്ങനെയാണ് അതിനെ മോട്ടിവേറ്റ് ചെയ്തത്? They came around calling to him shrilly. കൂകി വിളിച്ചുകൊണ്ട് ചുറ്റും കൂടി. They scolded him and even threatened to starve him. അവരെ ചീത്ത പറഞ്ഞു, ദേഷ്യപ്പെട്ടു, അതുപോലെ തന്നെ നിന്നെ പട്ടിണി കിടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. Next question. How did the parents support and encourage the young seagull's brothers and sister? യങ് സീഗിളിൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും എങ്ങനെയാണ് പാരൻസ് സപ്പോർട്ട് ചെയ്തതും എൻകറേജ് ചെയ്തു? They flew about with them. അവരുടെ കൂടെ പറന്നു. Trying to perfect them in the art of flight. അവരുടെ പറക്കലിൽ അവരെ പെർഫെക്റ്റ് ആക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവരെ. പറക്കൽ എന്ന കലയിൽ അവരെ വിദഗ്ധരാക്കാൻ വേണ്ടി പാരൻസ് അവരെ സഹായിച്ചു. They taught them how to skim the waves and how to dive for fish. എങ്ങനെയാണ് വേവ്സിൻ്റെ മുകളിലൂടെ സ്കിം ചെയ്ത് പോകുന്നത്, അതുപോലെ തന്നെ ഫിഷിന് വേണ്ടി എങ്ങനെ ഡൈവ് ചെയ്യുന്നു എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cite an example which shows the pathetic condition of the young bird. നമ്മുടെ ഈ യങ് സീകളിൻ്റെ ഏറ്റവും ദയനീയമായ സാഹചര്യത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? സൈറ്റ് ആൻ എക്സാമ്പിൾ. ഒരു ഉദാഹരണം കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. The young seagull felt the heat of the sun as he had not eaten anything since the previous night. കഴിഞ്ഞ രാത്രി മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവിടുത്തെ ചൂട് നമ്മുടെ യങ് സീഗളിന് സഹിക്കുന്നില്ല. When he found a dried piece of mackerel's tail at the far end of the ledge, he rushed to get it. ലെഡ്ജിൻ്റെ അങ്ങേ തലയ്ക്കിൽ ഒരു ഉണങ്ങിയ അയലയുടെ വാല അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പാഞ്ഞു പോകുന്നത് കണ്ടു. However, there was not a single scrap of food left in it. എന്തായാലും ഭക്ഷണത്തിൻ്റെ ഒരു തരി പോലും അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. He searched every inch, even the straw nest. താൻ പിറന്ന കൂട്ടിൽ പോലും സെർച്ച് ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ. He searched even the pieces of eggshell. മുട്ടത്തോടിന് വേണ്ടി പോലും തിരയുകയാണ് അവൻ, അല്ലേ? ഇത്തിരി മുട്ടത്തോടിൻ്റെ കഷ്ണയിലും കിട്ടിയ തിന്നായിരുന്നു എന്ന രീതിയിൽ. It was like eating a part of himself. തൻ്റെ തന്നെയായിട്ടുള്ളൊരു ഭാഗം തിന്നുന്നത് പോലെയായിരുന്നു അത്. This was the pathetic condition of the young bird. ഇതായിരുന്നു ആ ദയനീയമായ സാഹചര്യം. Next question. How did the bird try to reach its parents without having to fly? Did he succeed in his attempt? തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പറക്കാതെ എത്താൻ വേണ്ടി എങ്ങനെയാണ് ആ പക്ഷി ശ്രമിച്ചത്? അതിൽ വിജയിച്ചോ? The young seagull tried to find some means of reaching his parents without having to fly. അങ്ങനെ പറക്കാണ്ട് പാരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. He trotted back and forth from one end of the ledge to the other. ലെഡ്ജിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പുള്ളിക്കാരൻ അങ്ങനെ ചെറുപറ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. But on each side of him the ledge ended in a sheer fall of precipice with the sea beneath. പക്ഷേ തൻ്റെ ഇരുഭാഗങ്ങളിലും എങ്ങനെയാണ്? കുത്തനെയുള്ള പാറക്കെട്ടുകളാണുള്ളത്. ലെഡ്ജിൻ്റെ രണ്ട് ഭാഗത്തും വളരെ കുത്തനെയുള്ള പാറക്കെട്ടുകളാണ്, അടിയിലാണെങ്കിൽ കടലാണ്. There was a deep, wide crack between him and his parents. തൻ്റെയും തൻ്റെ പാരൻസിൻ്റെയും ഇടയിൽ വലിയ ഒരു വിടവാണുള്ളത്. There was nothing, even a ledge for him to walk on to reach his parents. പാരൻസിൻ്റെ അടുത്തേക്കൊന്ന് കടന്നു പോകത്തക്ക രീതിയിൽ ഒരു ലെഡ്ജ് പോലും, ഒരു നേർത്ത പാറയുടെ ഭാഗം പോലും നടന്നു നീങ്ങാൻ വേണ്ടി ഇല്ല. Thus he failed in his attempt. അങ്ങനെ അവൻ ആ ശ്രമത്തിൽ പരാജയപ്പെടുകയാണ്. Next question. What prompted the young seagull to fly finally? അവസാനം എന്താണ് സീഗളിനെ പറപ്പിച്ചത്? It was his hunger that prompted the young seagull to fly finally. അവൻ്റെ വിശപ്പായിരുന്നു അവനെ പറത്തിയത്. He was very hungry and the mother did not give him the fish he had brought with her. അമ്മയാണെങ്കിൽ കൂടെ കൊണ്ടുവന്ന ഫിഷ് അവന് വേണ്ടി കൊണ്ടുവന്നതാണ്, പക്ഷേ കൊടുക്കാൻ തയ്യാറായില്ല. She wanted him to fly towards her to get it. അവളുടെ ആവശ്യം എന്ന് പറയുന്നത് തൻ്റെ മകൻ തൻ്റെ അടുത്തേക്ക് പറന്നു വരണം എന്നായിരുന്നു, അല്ലേ? അതിലൊരു കാര്യം കൂടി വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. മോട്ടിവേഷൻ ഫ്രം ദ സൈഡ് ഓഫ് ദ മദർ. ഹങ്കർ മാത്രമല്ല അവനെ പറക്കാനായി പ്രേരിപ്പിച്ചത്, മറിച്ച് മോട്ടിവേഷൻ ഫ്രം ദ സൈഡ് ഓഫ് ദ മദർ അതുകൊണ്ട്. നെക്സ്റ്റ്. What's the message of the story? The message of the story is that there is no gain without pain. അധ്വാനിക്കേണ്ട ഗെയിൻ ഉണ്ടാവില്ല. It's impossible to reach the zenith without dedication, confidence, self-reliance and hard works. ഉയരങ്ങളിലെത്താൻ ഡെഡിക്കേഷനും കോൺഫിഡൻസും ആത്മവിശ്വാസവും ഹാർഡ് വർക്കും ഇല്ലാതെ സാധിക്കുകയില്ല.
ഓഫ് കോഴ്സ് മോട്ടിവേഷൻ ഓൾസോ മാറ്റേഴ്സ്. തീർച്ചയായിട്ടും പ്രചോദനങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. ബട്ട് ഓഫൺ ഇറ്റ് കംസ് സെക്കൻഡറി. പക്ഷേ പലപ്പോഴും മോട്ടിവേഷൻ സെക്കൻഡറിയാണ്. വേണ്ടത് കോൺഫിഡൻസ്, ഡെഡിക്കേഷൻ, സെൽഫ് കോൺഫിഡൻസ്, ഹാർഡ് വർക്ക് ഇവയാണ്. അടുത്തൊരു ട്രീ ഡയഗ്രാം ടെക്സ്റ്റിലുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. സീഗൾസ് ലൈഫ് കാണാം, ഫെയിലിയർ, സക്സസ്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് ഫെയിലിയറിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, സക്സസ്സിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ഫെയിലിയറിലേക്ക് നയിക്കുന്നത് എന്തൊക്കെയായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഫിയർ, പിന്നെ അൺവില്ലിങ് ടു ടേക്ക് റിസ്കുകളെല്ലാം അല്ലെങ്കിൽ ചലഞ്ചസ് എല്ലാം നേരിടാനുള്ള അൺവില്ലിങ്നെസ്. നെക്സ്റ്റ് സക്സസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ തീരുമാനം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നീഡൊരു കാര്യമാണ്. എൻകറേജ്മെൻറ്റ്, പെർസവിയറൻസ്, ഡിറ്റർമിനേഷൻ, മോട്ടിവേഷൻ, ഇക്കാര്യങ്ങളൊക്കെ അല്ലേ. മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, അടുത്തത് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ചോദ്യം. എ സ്മോൾ റിവ്യൂ ഓഫ് ദി സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ലയം ഓഫ് ഫ്ലഹറ്റി 1896 to 1884 was an Irish novelist and short story writer. His stories are interesting because they contain a psychological insight to the life's problems and the way to solve them. ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില ചോദ്യങ്ങളും അതിനെ സോൾവ് ചെയ്യാനുള്ള ചില പരിഹാര മാർഗങ്ങളുമാണ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൽ ഉണ്ടാവുക. His story, His First Flight, emphasizes the importance of building up confidence and self-reliance at an early age. ചെറുപ്പകാലത്ത് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ, സെൽഫ് കോൺഫിഡൻസും സെൽഫ് റിലയൻസും ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്യുകയാണ് ഈ കഥയിലൂടെ ഓതർ ചെയ്യുന്നത്. ഹിയർ the main character is a young seagull whose diffidence draws him back from flying and pulls him to troubles. ഇവിടെ ആ യങ് സീഗളിനെ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്നത് അവൻ്റെ ഡിഫിഡൻസ്, അതായത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. Many of the beginners get such starting trouble and the author casts a message to them. മിക്കവാറും തുടക്കക്കാർക്കെല്ലാം ഉണ്ടാകുന്നൊരു പ്രശ്നമാണത്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഈ ഒരു കഥ. This is a metaphorical representation of a man's need to be independent and confident but still appreciate the understanding of friends and family. എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്? എ മാൻസ് നീഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഒരു മനുഷ്യൻ സ്വതന്ത്രനാകേണ്ടതിൻ്റെയും കോൺഫിഡൻ്റ് ആകേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും റോളിനെ കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട്. ദി സ്റ്റോറി ഗീവ്സ് ദ മെസ്സേജ് കോൺകർ ഫിയർ ആൻഡ് വി റിയലൈസ് ദാറ്റ് വി ആർ ബോൺ വിത്ത് വിങ്സ്. നമുക്ക് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഭയത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചറിയണം നമ്മളെല്ലാം ചിറകുകൾ കൊണ്ടാണ് ജനിച്ചിട്ടുള്ളത് എന്ന്. The chief character, the young seagull, is unable to make its first flight. The author investigates deep into the causes of his inability. അപ്പോൾ അവൻ്റെ പറക്കാനുള്ള കഴിവില്ലായ്മയിലേക്ക് അന്വേഷണം നടത്തി ഇറങ്ങിച്ചെല്ലുകയാണ് നമ്മുടെ ഓതർ. When the seagull tried to fly, fear conquered him. The expanse of the sea and its depth from the ledge made him shiver. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഭയത്തിന് കാരണം കടലിൻ്റെ വാസ്റ്റ്നെസ്, അതിൻ്റെ ഡെപ്ത്, അവനിരിക്കുന്ന ലെഡ്ജിൽ നിന്നുള്ള ആ കടലിലേക്കുള്ള ആഴം, ഇതെല്ലാം അവനെ വിറപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. He thought that his wings would never support him. His siblings with shorter wings had made their flight. തന്നേക്കാൾ ചെറിയ ചിറകുകളുള്ള സിബ്ലിങ്സ് പോലും പറന്നു പോയപ്പോൾ ഇവൻ വിചാരിച്ചത് തൻ്റെ ചിറകുകൾ തന്നെ താങ്ങുകയില്ല എന്നാണ്. His parents tried hard, motivated, but in vain. പാരൻസ് ഒരുപാട് പ്രചോദിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ കാര്യമുണ്ടായില്ല. Since he didn't attempt, he was left alone on the ledge and was starving. അവൻ ശ്രമിക്കാത്തതുകൊണ്ട് അവൻ ഒറ്റയ്ക്കാകപ്പെടുകയും അതുപോലെ തന്നെ പട്ടിണി കിടക്കുകയും ചെയ്യുകയാണ്. At last, his mother provoked a hungry little seagull to fly by taking a fish near to him. അവസാനം അമ്മ വിശന്നിരിക്കുന്ന യങ് സീഗളിൻ്റെ അടുത്തേക്ക് ഒരു ഫിഷിൻ്റെ കഷ്ണവുമായി ചെല്ലുകയാണ്, അവനെ പറത്താൻ വേണ്ടിയില്ലേ, അവനെ ഒന്ന് പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി. As he jumped to catch the fish, he fell outwards and downwards, which in turn resulted in spread of its little wings. അങ്ങനെ അവൻ താഴേക്ക് വീഴുന്നു പറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ. പക്ഷേ യാദൃശ്ചികം എന്ന് പറയട്ടെ, അവൻ്റെ ചിറകുകളെല്ലാം വിടരുകയാണ്. Through the story of the little bird, the author communicates to the readers the need for overcoming fear, importance of having self-confidence, independence, self-esteem and self-reliance. There is no gain without pain. It's impossible to reach the zenith and helm without hard work. അപ്പോൾ ഉയരങ്ങളിലെത്താൻ നമുക്കൊരിക്കലും ഹാർഡ് വർക്ക് ഇല്ലാതെ സാധിക്കുകയില്ല. The need for involvement in family life is also emphasized in the story. The author says how a child must be rightly motivated and brought up, especially by parents. എങ്ങനെയായിരിക്കണം പാരൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്നാണ് ഓതർ ഇതിലൂടെ പറയുന്നത്.
ഇവിടെ തീംസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേസിങ് ആൻഡ് ഓവർകമ്മിങ് challenges for achieving greatness, importance of parents' role in the upliftment of their children, importance of courage, confidence and self-reliance. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറലായിട്ട് കാണുന്ന ചില ചോദ്യങ്ങൾ അല്ലേ, ഒരു പാസേജ് തരും, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ. Okay, but when she was just opposite to him abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. നമുക്കറിയാം, അമ്മ പക്ഷി ഈ കുട്ടിയെ പറത്താൻ വേണ്ടി, അതിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന ആ സീനാണ് അല്ലേ. അപ്പോൾ ചോദ്യം ഇതാണ്, ഹു ഈസ് ഷീ റെഫേർഡ് ഇൻ ദ സെന്റൻസ്? ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും, ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് മദർ ഓഫ് ദ യങ് സീലാണ്. നെക്സ്റ്റ്, why did she remain in the air without giving the piece of fish to the young seagull? എന്തുകൊണ്ടാണ് അമ്മ പക്ഷി തൻ്റെ മകന് ആ പീസ് ഓഫ് ഫിഷ് കൊടുക്കാതിരുന്നത്? എന്താണ്? she wanted the young seagull to fly and get the fish. അവൻ പറന്നു വന്ന് ആ ഫിഷ് വാങ്ങാൻ വേണ്ടിയായിരുന്നു. Don't you think that the mother was cruel to the young seagull? Write a paragraph on why parents sometimes behave so. Are they really cruel to their children? നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിൻ്റെ അവശേഷിപ്പ് തന്നെയാണ്. ഈ മദർ ഈ യങ് സീഗിളിനോട് ക്രൂവലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചില സമയത്ത് ഈ പാരൻസിൻ്റെ ഇങ്ങനെയുള്ള പെരുമാറ്റത്തെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ്. അവർ ശരിക്കും കുട്ടികളോട് ക്രൂവൽ ആയിരുന്നോ? ഓക്കെ, ഏതായാലും ഇത് വായിക്കാം. ദ പാരൻസ് സംടൈംസ് ബിഹേവ് ഇൻ എ ക്രൂവൽ മാനർ ബിക്കോസ് ദേ വാണ്ട് ടു മേക്ക് ദെയർ ചിൽഡ്രൻ സെൽഫ് റിലയൻറ്റ്. തൻ്റെ കുട്ടികളെ, തൻ്റെ മക്കളെ എന്താണ് സെൽഫ് റിലയൻ്റ് ആക്കാൻ വേണ്ടി, സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയാണ് ചില സമയത്ത് പാരൻസ് ഇങ്ങനെ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദേ ഡു നോട്ട് ലവ് യു. അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ഇറ്റ്സ് ബിക്കോസ് ദേ ലവ് യു ദാറ്റ് ദേ വാണ്ട് യു ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. നിങ്ങളെ സ്വതന്ത്രരാക്കണം, ആത്മവിശ്വാസമുള്ളവരാക്കണം എന്നുള്ള ഒരു രീതിയിലാണ്, അല്ലെ, സ്വയം പര്യാപ്തരാക്കണം എന്നുള്ള രീതിയിലാണ് നിങ്ങളോടിങ്ങനെ പെരുമാറുന്നത്. അറ്റ് ടൈംസ്, ഇടയ്ക്കെങ്കിലും ദേ ഹാവ് ടു പ്രിറ്റൻഡ് ടു ബി ക്രൂവൽ. അഭിനയിക്കേണ്ടി വരും. സംടൈം ദേ സ്കോൾഡ് യു. ചിലപ്പോൾ ദേഷ്യപ്പെട്ടു എന്ന് വരാം. ദേ ഡു സച്ച് തിങ്സ് ടു മേക്ക് യു ആക്റ്റീവ് ആൻഡ് സക്സസ്ഫുൾ ഇൻ ലൈഫ്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ ജീവിതത്തിൽ ആക്റ്റീവാക്കാനും വിജയിപ്പിക്കാനും വേണ്ടിയാണ്. നെക്സ്റ്റ്, he waited a moment in surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish. With a loud scream, he fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലേ, ഹി എന്ന് ഉദ്ദേശിക്കുന്നവരാണ്. ഹി എന്ന് ഉദ്ദേശിക്കുന്ന ഒരേ ആളുകളോടെ മറ്റാരുമല്ല, യങ് സീഗിളാണ്. സോ ഇവിടെ വേറെ ചോദ്യം വേറെയാണ്, ഹു ഈസ് ഷീ എന്നുള്ളതാണ്. ഷീ എന്ന് ഉദ്ദേശിക്കുന്ന മദർ ആണ്, അല്ലെങ്കിൽ മദർ ഓഫ് ദ യങ് സീഗിളാണ്. ഇനി, വാട്ട് പ്രോംപ്റ്റഡ് ദ യങ് സീഗിൾ ടു ഫ്ലൈ ഫൈനലി? എന്താണ് അവനെ പറപ്പിച്ചത്? ഹങ്കറാണ് അല്ലേ. ദെൻ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ റോൾ ഓഫ് പാരൻസ് ഇൻ ഹെൽപ്പിംഗ് ചിൽഡ്രൻ അറ്റൈൻ ദെയർ ഗോൾ. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ്. അടുത്ത കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്നത്. വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്? ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ് മീൻസ് ടു അച്ചീവ് അവർ ലൈഫ് ഗോൾസ്. ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സെറ്റ് അവർ ഗോൾ ഇൻ ലൈഫ്. ആദ്യമായിട്ടൊരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. വി മസ്റ്റ് റെക്കഗ്നൈസ് അവർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ആന്തരികമായിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയണം. അപ്രോച്ച് യുവർ ഗോൾ വിത്ത് സെൽഫ് കോൺഫിഡൻസ്. നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ കോൺഫിഡൻസോടുകൂടി സമീപിക്കണം. ഗുഡ് പ്ലാനിങ് ആൻഡ് ഹാർഡ് വർക്ക് വിത്ത് പേഷ്യൻസ് ആർ നെസസറി. നല്ല പ്ലാനിങ്ങും കഠിനാധ്വാനവും ക്ഷമയും അത്യാവശ്യമാണ്. വി മസ്റ്റ് ബി റെഡി ടു ടേക്ക് റിസ്കുകൾ ഏറ്റെടുക്കണം. ഇനീഷ്യൽ ഫെയിലിയേഴ്സ് ഷുഡ് നോട്ട് ഡിസ്കറേജ് അസ്. നമ്മുടെ പ്രാരംഭ പരാജയങ്ങൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യരുത്. എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ മോട്ടിവേഷൻ വിൽ ബൂസ്റ്റ് അവർ ആക്ഷൻ. പുറത്തു നിന്നുള്ളതും ആന്തരികമായിട്ടുള്ളതുമായിട്ടുള്ള പ്രചോദനങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ആക്ഷനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും. പാരൻ്റൽ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ആർ ഓൾസോ ഡിസയബിൾ. തീർച്ചയായിട്ടും പാരൻസിൽ നിന്നുള്ള ഗൈഡൻസും അവരുടെ സപ്പോർട്ടും നമ്മളെ മുന്നോട്ട് നയിക്കും അല്ലേ, അതും നമുക്ക് അഭികാമ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. വാട്ട് ഡസ് ദിസ് സജസ്റ്റ്? വാട്ട് കമ്പൽ ദ യങ് സീഗൾ ടു ഫൈനലി ഫ്ലൈ? ഭക്ഷണം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. എന്താണത് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവനെ അവസാനം പറത്തിയത്? പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. If the young seagull's parents had continued to feed him, he would not have tried to fly. സീഗളിൻ്റെ പാരൻസ് അവനെ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, അവന് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും അവന് പറക്കാൻ സാധിക്കുമായിരുന്നില്ല. But hunger, along with the sight of food,
compel him to fly and reach for the sky. പക്ഷേ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാഴ്ച, അവൻ്റെ വിശപ്പ്, ഇതവനെ കമ്പൽ ചെയ്തു എന്തിന്? ആകാശത്തേക്ക് പറക്കാൻ. Too much of help from parents will not do good to children. പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അധികമായിട്ടുള്ള സഹായങ്ങൾ കുട്ടികളെ ഒരിക്കലും നന്നാക്കുകയില്ല. അടുത്തത്, why do first attempts always appear difficult? വളരെ ലളിതമായിട്ടുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് ആദ്യ പരിശ്രമങ്ങൾ പലപ്പോഴും പ്രയാസമേറിയതായി തോന്നുന്നത്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു സംതിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഏത് കാര്യമാണെങ്കിലും ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമാണ്. കാരണം ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ഫെയിലിയർ, അല്ലേ? പേടിയാണ് കാരണം, പരാജയപ്പെടുമോ എന്നുള്ള ഭീതി. ഇറ്റ് ഓൾവേസ് സീംസ് ഇമ്പോസിബിൾ അണ്ടിൽ ഇറ്റ് ഈസ് ഡൺ. ഒരു കാര്യം ചെയ്ത് തീർക്കുന്നതുവരെ അത് ഇമ്പോസിബിൾ ആണെന്ന് ഒരു പക്ഷേ ഒരാൾക്ക് തോന്നിക്കൊണ്ടിരിക്കാം. Okay, these are all the important questions from this chapter, his first flight. So be patient enough to go through all these questions and answers and learn it very well. Have a nice result. Thank you.